പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 22. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക്ക് വിലായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കന്നുകാലികളെ മോഷ്ടിച്ച സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ സമായിൽ വിലായത്തിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടതായും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. വാദി അൽഖ് പാലത്തിലാണ് ഗർത്തം കണ്ടെത്തിയത്. റോയൽ ഒമാൻ പോലീസിന്റെ സഹകരണത്തോടെ റോഡിൽ 2 ദിവസം ഒരു ഭാഗം അടച്ചിടും. യാത്രക്കാർ ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സിനാവ് വിലായത്തിൽ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും മോഷണം പോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആഭരണങ്ങൾ, ഗഞ്ചർ തുടങ്ങിയ മോഷണ വസ്തുക്കൾ വടക്കൻ ഷർക്കിയ പോലീസ് കമാൻഡ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ ബീച്ചുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടി. സല്ലാൻ ബീച്ചിൽ മണ്ണിടിച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട് നഗരസഭാ അധികൃതർ പാറക്കല്ലുകളും മണ്ണുമിട്ട് ഇവിടെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. നിരവധി താമസ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. കടലിലേക്ക് മണ്ണ് നീങ്ങുന്നത് തീരങ്ങളിലേക്ക് കയറാൻ ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ണൊലിപ്പ് തടയുന്നതിനും തീരം സുരക്ഷിതമാക്കുന്നതിനും നടപടി സ്വീകരിച്ചത്. ഖരീഫ് സീസണിൽ ദോഫാറിൽ പാരിസ്ഥിതിക ലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ്. വാഹനം ഉപയോഗിച്ചും മറ്റുമായി പ്രകൃതിയെ നശിപ്പിച്ചാൽ 5000 റിയാൽ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ ഉണർത്തി. കഴിഞ്ഞ വർഷം ദോഫാറിൽ പരിസ്ഥിതി നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഇവയിൽ കൂടുതലും സസ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഖരീഫ് സീസണിൽ ബന്ധപ്പെട്ട പൗരന്മാരിൽ നിന്ന് പരാതികൾ ലഭിച്ചതായും പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. വന്യജീവികളുടെയും വിശാലമായ പരിസ്ഥിതിയുടെയും സംരക്ഷണമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ചും ഖരീഫിൽ സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെ തിരക്കിന്റെയും വർധനവ് കണക്കിലെടുത്ത് പരിസ്ഥിതിക്കും ദോഫാറിന്റെ പച്ചപ്പിനും ഹാനികരമായ രീതികളിലുള്ള പെരുമാറ്റങ്ങളും കുറയ്ക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാനും ഖരീഫ് സമയത്ത് ദോഫാറിലെ വിനോദസഞ്ചാര സ്ഥലങ്ങളുടെ മേൽനോട്ടം വഹിക്കാനും പ്രത്യേകം ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളൽ, മരങ്ങൾ വെട്ടിമാറ്റൽ, ഹരിതയിടങ്ങൾ നശിപ്പിക്കൽ എന്നിവ ഇവരുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടും. ദോഫാർ മേഖലയിലെ ഇളം കാറ്റും ചാറ്റൽ മഴയും നിറഞ്ഞ പ്രകൃതി വിസ്മയം അവസാനം 30 നാളുകളിലേക്ക്. സെപ്റ്റംബർ 21-നാണ് ഔദ്യോഗികമായി സീസൺ അവസാനിക്കുന്നത്. ഇതോടെ ഖരീഫ് കാല സഞ്ചാരികളുടെ വിവരശേഖരണവും അവസാനിപ്പിക്കും. സീസൺ അവസാന ആഴ്ചകളിലെത്തുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ വസന്തകാലത്തെ ആഘോഷപൂർവ്വമാണ് ദോഫാർ വരവേറ്റത്. സീസൺ അവസാന ദിനങ്ങൾ കൂടിയായതോടെ നേരിയ മഴയും മഞ്ഞുമായി പ്രകൃതി കൂടുതൽ സുന്ദരിയായി സന്ദർശകരെ മാടി വിളിക്കുകയാണ്. എന്നാൽ അവധിക്കാലം കഴിഞ്ഞ് സ്വദേശി സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ സഞ്ചാരികളിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. സന്ദർശകർ പലരും ദോഫാറിൽ നിന്ന് മടങ്ങുകയാണ്. തലസ്ഥാനത്തെ ആദ്യ ഔദ്യോഗിക വാടക സൂചിക പുറത്തിറക്കി. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററായ അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്ററാണ് വാടകക്കാർക്കും ഭൂവുടമകൾക്കും സേവനം നൽകുന്ന പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത്. വിപണി സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും മൂലധനത്തിന്റെ വളരുന്ന റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനുമാണ് പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റ് വഴി സേവനം ലഭിക്കും. നഗരത്തിലുടനീളമുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടികളുടെ വാടക നിരക്ക് പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 30 വർഷം ഒമാനിൽ പ്രവാസ ജീവിതം നയിച്ച പൊന്നാനി സ്വദേശിയും ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകനുമായ ബാലചന്ദ്രന് ഇന്ന് വൈകിട്ട് സഹമിലെ സനായ റോഡിലെ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള കല്യാണ ഹാളിൽ സഹം സൗഹൃദ കൂട്ടായ്മ യാത്രയയപ്പ് നൽകും. ബാത്തിന മേഖലയിലെ പൊതുസമൂഹം ഒന്നായി ചേർന്ന് നടത്തുന്ന യാത്രയയപ്പിൽ പ്രമുഖർ പങ്കെടുക്കും. സഹമിലും പരിസരങ്ങളിലും നടക്കുന്ന സാമൂഹിക പ്രവർത്തന മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും പകരം വെക്കാനില്ലാത്ത പ്രവർത്തനത്തിലായിരുന്നു ബാലചന്ദ്രൻ പ്രവർത്തിച്ചത്. സഹമിലെ ഇന്ത്യൻ സ്കൂൾ പ്രാവർത്തികമാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു ബാലചന്ദ്രൻ. സഹം ഹോസ്പിറ്റലിൽ മുന്നിൽ ഹോട്ടൽ നടത്തി വരികയായിരുന്നു. യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നതായും സംഘാടകർ പറഞ്ഞു. മദ്രസത്തുൽ ഹുദ ഗുബ്ര, ICF, അസൈബ, ബൗഷർ സെക്ടറുകളിൽ ആഭിമുഖ്യത്തിൽ ഇലൽ ഹബീബ് മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി
വിദ്യാർത്ഥികളുടെ ആർട്സ് ഫെസ്റ്റിന് ഇന്ന് തുടക്കമാവും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ RSC നാഷണൽ ജനറൽ സെക്രട്ടറി മുനീബ് കൊയിലാണ്ടി മുഖ്യാതിഥിയാവും. മദ്രസ സദർ മുഅല്ലിം ഉസ്മാൻ സഖാഫി അധ്യക്ഷത വഹിക്കും. 5 വിഭാഗങ്ങളിലായി 40ഓളം ഇനങ്ങളിൽ 275 വിദ്യാർത്ഥികൾ മത്സരിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്സ് ഫെസ്റ്റിന്റെ സമാപന സംഗമം വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് നടക്കും. ICF നാഷണൽ പ്രസിഡന്റ് ഷഫീഖ് ബുഖാരി ഉദ്ഘാടനം ചെയ്യും. ഇന്ധന സ്റ്റേഷനുകളിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ കീഴിൽ പരിശോധന നടത്തിവരികയാണ്. അളവുകളിൽ കൃത്രിമം കാണിക്കൽ, സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ച വരുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി ഇന്ധന കേന്ദ്രങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇന്ധന സ്റ്റേഷനുകൾ നടത്തുന്നവർ പാലിക്കാൻ തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മുഴുവനും ഭാഗങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കാനും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. പമ്പിൽ കൃത്രിമം കാണിച്ചതിന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടപടിയെടുത്തിരുന്നു. ഓണക്കാലത്ത് ഇത്തവണയും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കി വിമാന കമ്പനികൾ. അടുത്ത മാസം 2ാം വാരത്തിലെത്തുന്ന ഓണനാളുകളിൽ ഒമാൻ കേരള സെക്ടറുകളിൽ ഇരുഭാഗങ്ങളിലേക്കുമായി 90 റിയാലിൽ താഴെ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി സെക്ടറുകളിലാണ് താരതമ്യേന കുറഞ്ഞ നിരക്ക്. ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്ക് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ് നിലവിൽ ടിക്കറ്റ് ലഭിക്കുന്നത്. സെപ്റ്റംബർ 15-നാണ് തിരുവോണ ദിനം. അത്തം 10 കഴിഞ്ഞ് സെപ്റ്റംബർ 3ാം വാരത്തിൽ മടങ്ങുന്നവർക്ക് മടക്കയാത്രയിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. അവധിക്കാലം കഴിഞ്ഞുള്ള തിരികെ യാത്രയുടെ തിരക്കൊഴിയുകയും ചെയ്യും. കഴിഞ്ഞ മാസം ഈടാക്കിയ നിരക്കുകളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ 100 റിയാലിന് മുകളിൽ ഈടാക്കിയിരുന്ന റൂട്ടുകളിൽ ഇപ്പോൾ 34 റിയാലിന് വരെ ടിക്കറ്റുകൾ സൈറ്റുകളിൽ ലഭ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലും സലാം എയറിലും ഇൻഡിഗോയിലും ഒമാൻ എയറിലുമെല്ലാം കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് നിരക്കുകൾ കുറഞ്ഞു. 6 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാർ കഴിഞ്ഞ വർഷം ഒമാൻ സന്ദർശിച്ചതായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസ്സാൻ ബിൻ ഖാസിം അൽ ബുസൈദി ഈ വർഷം കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യക്കാരെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങൾ ഒമാന്റെ പ്രത്യേകതയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവാഹങ്ങൾ, ഈവന്റുകൾ, പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ, കോൺഫറൻസ്, എക്സിബിഷൻ ടൂറിസം തുടങ്ങി നിരവധി ടൂറിസം സാധ്യതകൾ ഒമാനിലുണ്ട്. ഇത്തരം അവസരങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്നത്. ട്രാവൽ ഏജൻസികളെയും മറ്റു സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ച് ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് സാധ്യമാക്കുമെന്നും അസ്സാൻ ബിൻ ഖാസിം അൽ ബുസൈദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന ആദ്യ വർക്ക്ഷോപ്പിൽ നിരവധി സ്ഥാപനങ്ങൾ സംബന്ധിച്ചു. ടൂറിസം കമ്പനികൾ, ഹോട്ടലുകൾ തുടങ്ങി 18 ഒമാനി സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന് കീഴിൽ അണിനിരന്നിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.